വാദം പ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. ഇവിടെ ഇങ്ങനെ, മറ്റിടത്ത് അങ്ങനെ. പിന്നെ ബൈബിൾ പുസ്തകങ്ങളെ സംബന്ധിച്ച് പറയുന്നു. നിഖ്യാ സുന്നഹദോസിനെ പരാമർശിച്ചു. അങ്ങയെ ഞാൻ പരസ്യമായിട്ടൊന്നും കുറ്റം പറയല്ല. പക്ഷേ നിഖ്യാ സുന്നഹദോസിന്റെ കാനോനുകൾ, തീരുമാനങ്ങൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. ഇന്നല്ല, ഇതുവരെയും. അതിനകത്തെങ്ങും ബൈബിളിലെ പുസ്തകങ്ങളെക്കുറിച്ച് ഇത്ര പുസ്തകങ്ങൾ ഉണ്ടായിരിക്കണമെന്നുള്ള തീരുമാനം കിടപ്പില്ല. എന്നാൽ AD 393 ഹിപ്പോയിൽ നടന്ന ഒരു പ്രാദേശിക സുന്നഹദോസിൽ ഏതാണ്ട് ഒരു ലിസ്റ്റ് രൂപീകൃതമായി എന്ന് തെളിവുണ്ട്. പിന്നീട് 397 നടന്ന കാർത്തേജിലെ ഒരു പ്രാദേശിക സുന്നഹദോസിലും ട്രെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 1546 കൂടുതലും ഈ പറയുന്ന ലിസ്റ്റിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ചില പ്രാദേശിക സഭകൾക്ക് വേണ്ടി ഉണ്ടായി. അതുകൊണ്ട് ബൈബിളിൽ ഇത്ര പുസ്തകങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവരെയും ബാധിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. 66 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ആകെ ഉള്ള ബൈബിളിനകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന 66 എങ്കിലും കാത്തലിക് ചർച്ച് അംഗീകരിക്കുന്ന ഔദ്യോഗിക വേദപുസ്തകത്തില് 72 പുസ്തകങ്ങളുണ്ട്. സുറിയാനി പാരമ്പര്യത്തില് ഹൂദായ കാനോൻ എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് അതിലും കൂടുതലുണ്ട്. അപ്പോൾ ബൈബിളിലെ പുസ്തകങ്ങളെ സംബന്ധിച്ച് ഇത് ഞാൻ പറയുമ്പോഴത്തേന് ഇവിടെ ഇരിക്കുന്ന ക്രൈസ്തവ സഹോദരന്മാർ ഇത്രയും വരെ അച്ഛനെ സഹിക്കാറുണ്ട്, ഇത്രയും പറഞ്ഞത് കൊട്ട് സഹിക്കാൻ മേലെന്ന് പറയും. പക്ഷെ ചരിത്ര വസ്തുതയാണ്. അപ്പോൾ ഈ പറയുന്ന പുസ്തകങ്ങൾ ഇത്ര, അതിങ്ങനെ എന്നുള്ളതായൊരു തീരുമാനത്തിന് ആഗോള വ്യാപകമായ ഒരു സുസമ്മതമായ അംഗീകാരം ഉണ്ടായിട്ടില്ല. ഇത് ചരിത്ര വസ്തുതയാണ്. ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്നവർക്ക് അവസരമുണ്ട്. ആദാമ്യ പാപം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന് മുഴുവൻ സംഭവിച്ചിരിക്കുന്ന ഒരു പതനം, അത് ഒരനുസരണക്കേടിന്റെ ഒരു രീതിയാണ്. ദൈവത്തെ അനുസരിക്കാതിരിക്കുന്ന ഒരു ജനവിഭാഗം മനുഷ്യര്. എന്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു പദം തന്നെ ഉണ്ടായി? സാലാമ ഇസ്ലാം, അതിന്റെ അർത്ഥം അനുസരണമെന്ന. അനുസരണക്കേടിന്റെ സാഹചര്യത്തിൽ അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരു ജനവിഭാഗത്തെ ഉണ്ടാക്കുക. ഈ അനുസരണക്കേടിന്റെ വിവിധങ്ങളായ ചിത്രീകരണങ്ങള് ബൈബിളിൽ ഉണ്ട്. അതിൽ ഒന്നാണ് ആദ്യ മനുഷ്യനാൽ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ സംഭവിച്ചു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ വീണ്ടെടുപ്പും നടന്നു എന്ന് പൗലോസ് ശ്ലീഹ തന്റെ ലേഖനങ്ങളില്, റോമാലേഖനത്തില് പറയുന്നത്. ഇത് യേശുക്രിസ്തു ലോകത്തിന് എന്തായിരുന്നു എന്നുള്ളതിന്റെ മുമ്പേ പറഞ്ഞ സൈദ്ധാന്തികമായ ആവിഷ്കാരങ്ങളിൽ ഒന്ന്. നമ്മളത് മനസ്സിലാക്കുവാനായിട്ടുള്ള പല, യേശുക്രിസ്തു എന്തു ചെയ്തു, എനിക്ക് എന്താണ്, ആരാണ് എന്നുള്ളതിന് എന്നെ സംബന്ധിച്ച് എന്റെ നേച്ചറില്, എന്റെ പിതാവിന്റെ എന്റെ തലമുറകളുടെ ഈ ദൈവത്തെ അനുസരിക്കാത്തതായ ഒന്ന് കിടപ്പുണ്ട്. അതിന്റെ ഫലമായിട്ട് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ മരണത്തിലേക്കായി. പാപം അഥവാ അനുസരണക്കേട്, അതിന്റെ ഫലം മരണം. ഈ അവസ്ഥയിൽ നിന്ന് നിത്യജീവനിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഈ പറയുന്ന ആദാമ്യ പാപമെന്നോ ആദ്യ പാപമെന്നോ ഒക്കെയുള്ള ചില പരാമർശങ്ങളുണ്ട്. പക്ഷെ ആ ഒരു ഒരെണ്ണത്തിൽ മാത്രം യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളെല്ലാം പരിമിതപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ അക്ബർ സാഹിബ് ശ്രദ്ധിച്ചു കാണും, എന്റെ പ്രഭാഷണത്തിൽ ആ ഒരു പദപ്രയോഗം ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. ഫാദർ പറഞ്ഞ കാര്യങ്ങളിൽ പല കാര്യങ്ങളും തീർച്ചയായും അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ഒന്നാമത്തത്, യഹൂദന്മാർക്കിടയിൽ, ഇസ്രായേലിയരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പൊതുവായ കാര്യമായിരുന്നു വിവാഹത്തിനെല്ലാം മദ്യം കുടിക്കുക എന്നുള്ളത്, അഥവാ വീഞ്ഞു കുടിക്കുക എന്നുള്ളത്. അത് വെറും മുന്തിരി ചാറല്ല, ശരിക്കും വീഞ്ഞ് തന്നെയാണ്. ആ ബൈബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 11-ാമത്തെ വചനത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ 11-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇത് ലഹരി പിടിപ്പിക്കുന്ന വസ്തു തന്നെയായിരുന്നു എന്നാണ്. അപ്പോ ഈ ലഹരി പിടിപ്പിക്കുന്ന വസ്തു അവിടെ ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഒരു പ്രവാചകൻ, ഒരു മഹാനായ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ ഒരു അത്ഭുതം, മനുഷ്യരെ ഈ രൂപത്തിൽ ഒരു മൃഗത്തിന് തുല്യമായി ആപ്പതിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാമെന്ന് മദ്യത്തിനെതിരെയുള്ള ഒരു സംസാരം ഉണ്ടെങ്കിൽ എല്ലാവരും, ഫാദറും ഞങ്ങളും എല്ലാവരും ഒന്നാണ്.
എന്താന്ന് വെച്ചാൽ ആ രൂപത്തിലാണ് മനുഷ്യ സമൂഹത്തെ മദ്യവും മയക്കുമരുന്നുകൾ ഇങ്ങനെ കാർത്ത് തിന്നുകൊണ്ടിരിക്കുക. അപ്പോ ഇത്തരത്തിലുള്ള ഒരു മദ്യത്തിന് അനുകൂലമായി ഒരാൾക്കെങ്കിലും അത് ഉണ്ടാക്കി കൊടുത്തു എന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നാ പറഞ്ഞത്. ബൈബിളിലുണ്ട്, അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. എന്നാൽ 3 സംഹിത സുവിശേഷങ്ങളിലും അതില്ല. അത് എന്തുകൊണ്ടാണ്? ആദ്യം എഴുതിയ മാർക്കോസിലില്ല, പിന്നീട് എഴുതിയ മത്തായിലില്ല, പിന്നീട് എഴുതിയ ലൂക്കോസിലില്ല, അവസാനം എഴുതപ്പെട്ട യോഹന്നാനിൽ മാത്രമാണുള്ളത്. എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തീർച്ചയായും ഇത് പിൽക്കാല യേശുവിൽ ആരോപിക്കപ്പെട്ടതാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം, ബൈബിളിന്റെ പുസ്തകങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ബഹുമാന്യനായ ഫാദർ പറഞ്ഞതാണ് അതിൽ ശരി. ഞാൻ പറഞ്ഞത് നിക്കിയ സുനഹദോസിന് ശേഷം എന്നാണ്. നിക്കിയ സുനഹദോസിൽ വെച്ചെന്നല്ല. നിക്കിയ സുനഹദോസിൽ കൃത്യമായ സഭാ തീരുമാനങ്ങൾ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തോളജിയുടെ ബേസായി പൗലോസിന്റെ ലേഖനങ്ങൾ സ്വീകരിക്കപ്പെടുകയും, പൗലോസിന്റെ ലേഖനങ്ങൾ ആദ്യം ക്രോഡീകരിച്ചത് മാർസിയോനാണെന്ന് നമുക്കറിയാലോ. പക്ഷേ പൗലോസിന്റെ ലേഖനങ്ങൾ സഭ അടിസ്ഥാനത്തിൽ ഉള്ള പുസ്തകങ്ങൾ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തപ്പോൾ കാർത്തേജ് സുനഹദോസും ഹിപ്പോ സുനഹദോസും എല്ലാം അതിന് പ്രാദേശികമായ തീരുമാനങ്ങളും ട്രെൻഡ് സുനഹദോസ് ഞാൻ അറിയുന്നതനുസരിച്ച് കാത്തോലിക്കർ ഇന്ന് സ്വീകരിച്ചിട്ടുള്ള ട്രെൻഡ് സുനഹദോസിന്റെ തീരുമാനമാണെന്ന്. അപ്പോൾ അതനുസരിച്ച് 73 പുസ്തകങ്ങൾ എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും പക്ഷേ കുറെ പുസ്തകങ്ങൾ വിസ്മരിക്കപ്പെട്ടിട്ടുണ്ട്, നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഗിബ്ബൺ എഴുതിയ ചരിത്രത്തെ പരിശോധിച്ച് നോക്കുക. ഗിബ്ബൺ എഴുതിയ റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ശേഷം അവിടെയുണ്ടായ പ്രശ്നങ്ങളും അതോടനുബന്ധിച്ചുണ്ടായ ഈ പ്രമാണങ്ങളുടെ നശിപ്പിക്കലും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ പിന്നീട് കണ്ടെടുക്കപ്പെട്ട ഒരുപാട് സുവിശേഷങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങളുണ്ടായി, കാര്യങ്ങളുണ്ടായി. നേരത്തെ കാശ്മീരിൽ പോയി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, ഇതേപോലെയുള്ള കാര്യങ്ങൾ എഴുതുന്ന പലർക്കും സ്രോതസ്സുകളായി ഭവിക്കുന്ന പല രേഖകളും പല സ്ഥലത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ദൈവികമായ ഗ്രന്ഥം എന്ത്, അല്ലെങ്കിൽ ദൈവികമായ വെളിപാട് എവിടെ? ഇതൊരു അടിസ്ഥാനപരമായ പ്രശ്നമാണ്. മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കുവാനുള്ള സ്രഷ്ടാവായ തമ്പുരാന്റെ വ്യക്തമായ വെളിപാട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ആ വെളിപാട് അവിടെ ആ കാര്യത്തിലെല്ലാം ഒരു കൃത്യമായ ഉത്തരം നൽകാൻ ബൈബിളിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് കൃത്യമായും പരിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ രക്ഷയുടെ മാർഗത്തിലേക്കുള്ള വ്യക്തമായ വെളിപാടായി സ്ഥിതി ചെയ്യുന്നു എന്നും അവിടെ ആ വ്യക്തമായ വെളിപാടായി നിൽക്കാൻ ബൈബിളിന് കഴിയുന്നില്ല എന്നും പറയുന്നത് അതുകൂടി ഇതിനോടനുബന്ധമായി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. പിന്നീട് ആദിപാപവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആദിപാപം ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ക്രൂശീകരണം എന്നുള്ളൊരാശയം അതൊരടിസ്ഥാന സിദ്ധാന്തമാകുന്നത്, അതൊരു തത്വമാകുന്നത് പ്രവാചകന്മാരിൽ പലരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലതുണ്ട്. പക്ഷെ ഇവിടെ ആ കുരിശിലൂടെ മനുഷ്യരുടെ പാപങ്ങൾ കഴുകി എന്നുള്ള സിദ്ധാന്തം വരുമ്പോണ്ടാണ്. ആ പാപം ഏത് പാപമാണ്? മനുഷ്യർ ചെയ്യുന്ന പാപം ഏതായാലും കുറഞ്ഞിട്ടില്ല ക്രൂശീകരണം വഴി. നമുക്ക് അറിയാവുന്നതാണ്. ക്രൂശീകരണത്തിൽ വിശ്വസിക്കുന്നവനും പാപം ചെയ്യുന്നുണ്ട്, വിശ്വസിക്കാത്തവനും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അടിസ്ഥാനപരമായി പറയാറുള്ളത്? ജന്മപാപമാണ് എന്നാണ്. ആ ജന്മപാപം എന്താണ്? ആ ജന്മപാപത്തിന്റെ കാര്യത്തിൽ യേശു ക്രിസ്തു മുസ്ലിങ്ങളോടൊപ്പമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആ കാര്യത്തിലുള്ള വിശദീകരണം. സഹോദരങ്ങളെ, നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിച്ച് 5 മണിക്ക് തന്നെ മടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് ഫാദർ വന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും നമ്മൾ മുസ്ലിം സഹോദരങ്ങളുടെ വീണ്ടും ഒരു പ്രാർത്ഥന കൂടി സമയമാകണം. അതിനു മുമ്പ് തന്നെ അവസാനിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകൾ ഇനിയുണ്ട് എന്നറിയാം. എന്നാലും 5 മിനിറ്റ് ഫാദർ നമ്മളോട് സംസാരിക്കും. അതിനുശേഷം അക്ബർ സംസാരിക്കും. അതിൻ്റെ സമാപന സംസാരത്തോടുകൂടെ നമ്മുടെ സംവാദം അവസാനിക്കുന്നതാണ്. അവസാനമായി ഒരു 5 മിനിറ്റ് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജേക്കബ് കുര്യൻ അവർ ക്ഷണിക്കും. സമാപനമായിട്ട് ഞാൻ ഒന്നും അധികമായിട്ട് പറയുന്നില്ല. യേശുക്രിസ്തു ബൈബിളിലും ഖുറാനിലും എന്നുള്ള പൊതു അന്വേഷണത്തിൽ യേശുക്രിസ്തു ബൈബിളിലും ഖുറാനിലും മാതൃകയാക്കാവുന്ന ശ്രേഷ്ഠമായ വ്യക്തിയാണ് എന്നും അക്ബർ സാഹിബിന്റെ ഭാഷയിൽ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നും
ആ വിശ്വസിക്കുന്നതിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നും പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ഒന്നായിട്ട് മുന്നോട്ട് പോകാം, സ്നേഹത്തിൽ മുന്നോട്ട് പോകാം. പൊതു തിന്മകൾക്കെതിരെ ഒന്നിച്ചു വരുവാൻ ഇതുപോലെയുള്ള അവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഒന്നിക്കുവാൻ, നമ്മുടെ എല്ലാവരുടെയും ആരാധനയിൽ നമ്മുടെ എല്ലാവരുടെയും അപേക്ഷ കേൾക്കുവാൻ, സ്നേഹത്തിൽ വർദ്ധിപ്പിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം മനോഹരമായ ഒരവസരം ഏറ്റവും മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട ഇതിന്റെ സംഘാടകരെ അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എൻ്റെ സുഹൃത്ത് ശ്രീ അക്ബറിന് ഒരു സ്നേഹ ഉപഹാരമായിട്ട് ഞാൻ എഴുതിയ അല്പം ബുദ്ധിമോശങ്ങളും അറിവില്ലായ്മകളുമുള്ള ഒരു 2-3 പുസ്തകങ്ങൾ ഒന്ന് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. 2 കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തേത്, നേരത്തെ സഹോദരിയുടെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ പറഞ്ഞതുപോലെ ഇത്തരം സംവാദങ്ങൾ, തുറന്ന ചർച്ചകൾ, ഉള്ളു തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ, സംവേദനാത്മകമായ കൂടിച്ചേരലുകൾ അനിവാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ. അതിന് എല്ലാവരും സന്നദ്ധമാകണം. പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കണം. അതാണ് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി, പരിഹാരം എന്ന് അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ സഹോദരങ്ങൾ, ഇത്തരം ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും ഇത്തരം ഒരു സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴുമെല്ലാം അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നിത്യജീവൻ എന്നുള്ള കാര്യം. നമുക്കിവിടെ തർക്കിക്കാം. യേശു ദൈവമാകട്ടെ, പ്രവാചകനാകട്ടെ. നമ്മളുടെ തർക്കം കൊണ്ട് പ്രവാചകനാണ് യേശുവെങ്കിൽ അത് ദൈവമായി തീരില്ല. ദൈവമാണ് യേശുവെങ്കിൽ പ്രവാചകനായി തീരുകയുമില്ല. എന്നാൽ നാം എന്ത് വിശ്വസിക്കുന്നു എന്നത്, നാം പടച്ചവന്റെ പാതയിൽ തന്നെയാണോ എന്നത്, നാം ദൈവം പഠിപ്പിച്ച മാർഗത്തിലൂടെയാണോ മുന്നോട്ട് പോകുന്നത് എന്നത് നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. ആ രക്ഷ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും നമുക്ക് ആ രക്ഷയുടെ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ബഹുമാനായ ഫാദർ പിരിയുകയാണ്. അദ്ദേഹം ഇവിടെ നൽകിയ ഈ പരിപാടിയിൽ പങ്കെടുത്തതിനും അതോടൊപ്പം തന്നെ ഈ രൂപത്തിൽ വളരെ സുന്ദരമായ രൂപത്തിലുള്ള സംവാദത്തിൽ അദ്ദേഹം പങ്കെടുത്തതിനും അതോടൊപ്പം തന്നെ അദ്ദേഹം എനിക്ക് സമ്മാനമായി തന്ന പുസ്തകങ്ങളിലും ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ വളരെയേറെ കൃതാജ്ഞനാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ബഹുമാനനായ ഫാദറിന് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പരിഭാഷയും ഞാൻ എഴുതിയ ഒരു കൊച്ചു പുസ്തകവും അദ്ദേഹത്തിന് ഈ സംവാദത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സമ്മാനിക്കണം എന്നാഗ്രഹിക്കുകയാണ്. സംഘാടകരുടെ നിർദ്ദേശമനുസരിച്ച് ഫാദർ പോവുകയാണെങ്കിലും ഏതാനും ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയാവുന്നതാണ്. മാരുവിന്റെ സമയം. ഒടുവിലായി എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം തന്നതിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. ഞാൻ കണ്ണമ്മൂല ഇടവകയിലെ വൈദികനാണ്. നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നത് ഇബ്രാഹിം നബിയുടെ അല്ലെങ്കിൽ അബ്രഹാമിന്റെ ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. ഉന്നതമായ ദൈവത്തെക്കുറിച്ചുള്ള വസ്തുതകൾ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും നമ്മുടെ ചിന്തകൾക്കും വിരുന്നുകൾക്കും അപ്പുറമായിട്ടുള്ളതുമാണ്. രണ്ടുപേരും 2 വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് ശക്തമായി സമർത്ഥിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്ന് രണ്ടുമാണ് വ്യാഖ്യാനം. ഇത് രണ്ടുപേരും ശക്തമായി ആർഗ്യ ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. വ്യാഖ്യാതാക്കളുടെ മനോഭാവം ഇതിൽ രണ്ടിലും ഞാൻ വ്യക്തമായി നിഴലിച്ച് കേട്ടു. ഒരു കാര്യം ശ്രദ്ധിക്കുക, വിശുദ്ധ ഖുർആൻ കുറെ ഞാൻ വായിച്ചിട്ടുണ്ട്, മലയാളത്തിൽ കിട്ടുമല്ലോ. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ വായിക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, വിശുദ്ധ ബൈബിൾ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ പറഞ്ഞ കാര്യം, അതായത് യേശുക്രിസ്തുവിനെ, അവിടുത്തെ ജനനം എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്ത്രീയിലും പരിശുദ്ധ റൂഹ അല്ലെങ്കിൽ പരിശുദ്ധനായ ദൈവം നിഴലിട്ട് ഉണ്ടായതാണ്.
അതുകൊണ്ട് അവിടുന്ന് യഥാർത്ഥത്തിൽ മനുഷ്യനാണ്, യഥാർത്ഥത്തിൽ ദൈവവുമാണ്.